കേരള ഗവർണറും നമ്മുടെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നതിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചും അതിന് ഇടയാക്കിയ സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു പറച്ചിലുണ്ട്, വരും ഓരോ ദിശ വന്ന പോലെ പോകും. അപ്പോൾ ഓരോരോ ദിശ വരും, വന്ന പോലെ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പല ഗവർണർമാരും ഇവിടെ വന്ന പോലെ പോവുകയും ചെയ്തു. പക്ഷെ ചില ഗവർണർമാർ നമ്മുടെ മനസ്സിൽ നല്ല ചില ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. എനിക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചില നല്ല ഗവർണർമാർ, ഒന്ന് രണ്ട് പേര്, ഒരുപാട് പേരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. BR റാവു ആദ്യത്തെ ഗവർണറായിരുന്നു. അദ്ദേഹമാണ് EMS സത്യപ്രതിജ്ഞ ചെയ്തതും EMS പിരിച്ചുവിട്ടതും. വളരെ സങ്കീർണമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ഈ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് BR റാവു ഇവിടെ ഗവർണറായിട്ടിരിക്കുന്നത്. ഞാൻ BR റാവുവിനെ ബഹുമാനിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1956 മുതൽ 60 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യം ഇന്നും കേരള ചരിത്രത്തിലുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ BR റാവുവിനെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ VV ഗിരി, അദ്ദേഹം ഇവിടെ ഗവർണറായിരുന്നു, പിന്നീട് വൈസ് പ്രസിഡൻ്റായി പോവുകയും ചെയ്തു. തൊഴിലാളി യൂണിയൻ പ്രവർത്തകനായിരുന്നു VV ഗിരി. AP ജെയിൻ, വലിയ ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഗവർണറായിരുന്നു AP ജെയിൻ. ഇവരാരും വെറും റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നില്ല, അവരുടെ വ്യക്തിത്വം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പോയ ഗവർണർമാരാണ്. അപ്പോൾ ഇവിടെ അവസാനം വന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് മുമ്പ് വന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സകല അടിയും തടയും രാഷ്ട്രീയം പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. വലിയ ധീരനായ ഒരു ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഷബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം പ്രധാനമന്ത്രിയുമായിട്ടുണ്ടാകുന്നതും പ്രധാനമന്ത്രി മതമൗലികവാദികളുടെ താല്പര്യത്തിന് കീഴടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്നും രാജി കൊടുത്ത് പുറത്തു പോയ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോൾ അധികാരത്തിന് വേണ്ടി, മന്ത്രിയാകാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഹീനന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും എത്രയോ വ്യത്യസ്തനാണ് അദ്ദേഹം എന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ഗാന്ധിയായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അദ്ദേഹത്തെ ഇവിടെ ഗവർണറായിട്ട് വെച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വളരെ സംഭവബഹുലമായിരുന്നു. ഗവർണറെ, അദ്ദേഹം ചാൻസലറും കൂടിയാണല്ലോ, യൂണിവേഴ്സിറ്റിയിൽ കയറ്റാതിരിക്കുക, ഗവർണർക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഗവർണറുടെ വാഹന വ്യൂഹം തടഞ്ഞു നിർത്തി റോഡിൽ. ഗവർണർ ഇറങ്ങി കാർ ഡോർ തുറന്നിറങ്ങി, എന്താ വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ആ ധീരതയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു 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 കാലഘട്ടത്തിൽ അന്ന് നടന്ന കേരളത്തെ ചരിത്രത്തിലെ വളരെ മോശമായ ചില കാര്യങ്ങളായിരുന്നു. SFIക്കാർ കേരള യൂണിവേഴ്സിറ്റി വാണുകൊണ്ടിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഗവൺമെൻറ് പോലും SFIക്കൊപ്പം നിൽക്കുകയും ഗവർണറുടെ ജീവന് സുരക്ഷിതമില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ ഒട്ടേറെയുണ്ട്. അവസാനം അദ്ദേഹം, നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു. അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ യൂണിവേഴ്സിറ്റിയെ വികൃതമാക്കിക്കൊണ്ടിരുന്ന ബാനറുകളും അതുപോലെ തന്നെ ഫ്ലെക്സുകളും ഒക്കെ മാറ്റാൻ അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ അന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അദ്ദേഹം നേരെ കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള മിഠായി തെരുവിലേക്ക് പോയി. തെരുവിലേക്ക് പോയി തന്നെയല്ല, അദ്ദേഹം യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ തെരുവിലൂടെ ഇറങ്ങി നടന്നു. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഗവർണർ ഒരു സാധാരണ മനുഷ്യനെ പോലെ മിഠായി തെരുവിലൂടെ നടക്കുന്നു. ചില കടകളിൽ ചെന്നു. ആളുകൾ ആഘോഷിക്കുകയായിരുന്നു ഗവർണറുടെ വരവ്. അവർ വലിയ കാര്യമായിട്ടൊന്നും, ചിലരെ അലുവ മുറിച്ചു എന്നല്ല, അലുവ മുറിച്ച് ഗവർണറുടെ വായിൽ വെച്ച് കൊടുത്തു. ഗവർണർ അത് കഴിക്കുന്നു. കടകളിൽ കയറുന്നു, ആളുകളോടെ കുശലം അന്വേഷിക്കുന്നു. ഈ തിരക്കിനിടയിലൂടെ ഗവർണർ നടക്കുകയാണ്. ഗവർണർ മിഠായി തെരുവിലൂടെ, ആ തെരുവിലൂടെ ഒരു എസ്കോർട്ടുമില്ല നടക്കുമ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് 40 വാഹനങ്ങളുടെ എസ്കോർട്ടോടുകൂടിയാണ് ജനകീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് എന്നാലോചിച്ച് നോക്കണം. അതോടുകൂടി കേരള ഗവൺമെൻറ്റിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹം കൊടുത്ത ഒരു പ്രഹരമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഗവർണർക്ക്, അതും ഇടതുപക്ഷത്തെ എതിർക്കുന്ന ഗവർണർ, SFIയെ എതിർക്കുന്ന ഗവർണർ, ശക്തനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ എതിർക്കുന്ന ഗവർണർ, അദ്ദേഹമാണ് മിഠായി തെരുവിലൂടെ കിഴക്കും പടിഞ്ഞാറും കടക്കുന്നത്. ഒരു കുഴപ്പം സംഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ താൻ ജനകീയനാണെന്നും താൻ ഏത് ജനക്കൂട്ടത്തിൽ ഇറങ്ങാൻ ധൈര്യമുള്ളവനാണെന്നും തനിക്ക് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ലെന്നും ഇനി അഥവാ ആരെങ്കിലും കൊല്ലാൻ വന്നെങ്കിൽ കൊല്ലട്ടെ
എന്നും ധരിക്കുന്ന ഒരു ഗവർണറാണ് താനെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തൊരു സന്ദേശം അതായിരുന്നു. അദ്ദേഹം മടങ്ങിപ്പോയി. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വന്ന ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. അർലേക്കറുടെ പ്രത്യേകത അദ്ദേഹം വളരെ സൗമ്യനാണ്. എപ്പോഴും മുഖത്ത് വളരെ ആകർഷണീയമായ ഒരു പുഞ്ചിരി കാണാം. വളരെ ചിരിച്ച് വളരെ സൗഹാർദ്ദപരമായി ആളുകളെ സ്വീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ഗവൺമെൻറ്റുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഗവർണർ എന്ന നിലയില്ല, മറിച്ച് ചാൻസലർ എന്ന നിലയിലാണ്. അത് സുപ്രീം കോടതി വരെ കേസ് പോയി. അവസാനം സുപ്രീം കോടതിയിൽ കേസ് ഭംഗിയായിട്ടത് തീർക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഗവർണർ ചാൻസലർ ആണെങ്കിൽ, ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരിയാണെങ്കിൽ, ഭരിക്കുന്ന ഗവൺമെൻറ് അത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആണെന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷെ ഒരു അക്കാഡമിക് ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയുന്നതിന് ചില ലക്ഷ്മണരേഖകളുണ്ട്. അത് മറികടന്ന് ഒരു നിലവാരവുമില്ലാത്ത വെറും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ അക്കാദമിഷ്യന്മാരുടെ കസേരയിലേക്ക് കൊണ്ട് ഇരുത്തി ചാൻസലർമാരാക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. കേരളത്തിൽ എത്രയോ കാലമായിട്ട് അതാണ് നടക്കുന്നത്. നമ്മുടെ വൈസ് ചാൻസലർമാരുടെ ക്രെഡൻഷ്യലൊക്കെ എടുത്താൽ നമ്മൾ ചുറ്റിപ്പോകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെയാണ് ആദ്യം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. പിന്നീട് അവസാനം ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം, ഇപ്പോഴുണ്ടായ അഭിപ്രായ വ്യത്യാസം നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് പരാതിയേ ഉള്ളൂ. ഒന്ന്, ചിലത് വായിക്കാതെ വിട്ടു. രണ്ടാമത്തെ ചിലത് കൂട്ടിച്ചേർത്തു. ഇത് രണ്ടും മാത്രം പരിശോധിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇവിടെയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഗവർണർക്ക് വേണ്ടിയുള്ള നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി അതിൻ്റെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. തയ്യാറായി കഴിഞ്ഞാൽ അത് വായിക്കാനായിട്ട് ഗവർണർക്ക് കൊടുക്കും. ഗവർണർക്ക് വായിക്കാനായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് വായിക്കാൻ കൊടുക്കുന്നത്? ഒരാൾക്ക് വെറുതെ വായിക്കാൻ മാത്രമായിട്ട് കൊടുക്കുന്നതൊന്നുമല്ല. അത് വായിച്ച് ആവശ്യമുള്ള തിരുത്തൽ വരുത്താം. ഭരണഘടനയിൽ തിരുത്തൽ വരുത്താമെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇത് കേട്ടാത്തൊന്നും ഭരണഘടന അനുസരിച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഭരണഘടനയിൽ ഗവർണറുടെ അധികാരത്തെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഗവർണർക്ക് വായിക്കാൻ കൊടുത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗം, അതിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ വിട്ടു. അപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൽ ചില തിരുത്തലുകൾ വരുത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹം തിരുത്തലുകൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മടക്കി അയച്ച ഇതേ നയപ്രഖ്യാപന പ്രസംഗം ഒരു കുത്തും കോമായും പോലും മാറ്റാതെ വീണ്ടും അദ്ദേഹത്തിന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. ഞങ്ങളിവിടെ നയപ്രഖ്യാപന പ്രസംഗം എഴുതും, ഞങ്ങൾക്ക് തോന്നിയൊക്കെ എഴുതി വെക്കും, താങ്കൾ അതങ്ങ് വായിച്ചാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആത്മാഭിമാനമുള്ള ഒരു പൊതുപ്രവർത്തകനെ പോലെ ഗവർണർ പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എഴുതി തരുന്ന വിഡ്ഢിത്തങ്ങൾ വായിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് ഗവർണർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറയുമ്പോഴെൻ്റെ മനസ്സിലെ ഓർമ്മ വരുന്ന ഒരു സംഭവം, ഇവർ ഭരണഘടനയാണല്ലോ എല്ലാവരും ഊട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിനിമയിലൊരു സിസ്റ്റമുണ്ട്. സിനിമയിലൊരു തിരക്കഥ വായിച്ചു, അത് സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ ആ തിരക്കഥാകൃത്ത് ആ കഥാപാത്രം പറയുന്നത് എന്താണോ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ആ തിരക്കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ആ കഥാപാത്രം പറയേണ്ടത്. ഒരു പ്രശസ്തമായ സിനിമയിൽ സുകുമാരൻ എന്ന നടൻ, വളരെ അനുഗ്രഹീതനായ നടനായിരുന്നു സുകുമാരന്. പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യേകതയെല്ലാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ശബ്ദത്തിലും അഭിനയത്തിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ട ഒരു കഥാപാത്രം, സ്ക്രിപ്റ്റ് തയ്യാറാണ്, പ്രശസ്തനായ സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയിലെ ഒരു സംവിധാനം അനുസരിച്ച് സുകുമാരനില്ല ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് പറയുന്നത് ആ കഥാപാത്രമാണ്. അപ്പോൾ സുകുമാരൻ എഴുതി കൊടുത്ത ആ സ്ക്രിപ്റ്റിൽ, ഒരു പത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ എഡിറ്റർ എന്നാണ്. സുകുമാരൻ എന്ന കഥാപാത്രം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഡയറക്ടർ പ്രശസ്തനായ ഡയറക്ടറാണ്, അദ്ദേഹം ഇന്നില്ല. സ്ക്രിപ്റ്റ് എഴുതിയ ആളും വളരെ പ്രശസ്തനായ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അദ്ദേഹവും ഇന്നില്ല. അഭിനയിച്ച സുകുമാരനും ഇന്നില്ല. അതുകൊണ്ട് ഡയറക്ടർ ആര് സ്ക്രിപ്റ്റ് റൈറ്റർ ആര് എന്നുള്ളിടത്തോട്ട് ഞാൻ പോകുന്നില്ല, സുകുമാരനിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരൻ പറഞ്ഞു അത് ശരിയല്ല ഡയറക്ടറെ, അത് റെസിഡൻഷ്യൽ എഡിറ്റർ എന്ന് പറയില്ല, റെസിഡൻറ്റ് എഡിറ്റർ, അതാണ് ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അതൊന്നും നിങ്ങൾ പറയേണ്ട ഡയലോഗ് എന്താണോ അത് അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞേ പറ്റൂ. സുകുമാരൻ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റുകയില്ല, കാരണം ഞാനത് പറയുന്നതാണ് ജനങ്ങൾ കേൾക്കുന്നത്, അല്ലാതെ കഥാപാത്രം പറയുന്നതല്ല. സിനിമാ നടൻ സുകുമാരനെ കുറിച്ച് ജനങ്ങൾക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ഞാനൊരു അധ്യാപകനാണ്, ഈ എഴുതി വെച്ചിരിക്കുന്ന വിട്ടത് എനിക്ക് പറയാൻ പറ്റില്ല, വേണേൽ എന്നെ സിനിമയിൽ നിന്ന് മാറ്റിക്കോ, എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ തർക്കമൊക്കെ ഉണ്ടായി. അവസാനം സുകുമാരൻ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻറ്റ് എഡിറ്റർ എന്നതായിരുന്നു ശരി. ആ ഡയലോഗ് ചേർത്ത് ആ സിനിമയിലെ ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തു പോവുകയും ചെയ്തു. ഇവിടെ സിനിമയിലെ നിയമം അനുസരിച്ച് സുകുമാരൻ അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പക്ഷേ
ധാർമ്മികമായും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു സുകുമാരനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വെച്ച്, സുകുമാരനാണല്ലോ അഭിനയിക്കുന്ന ആൾ, അദ്ദേഹം റെസിഡൻഷ്യൽ എഡിറ്റർ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആളുകളെ കഥാപാത്രത്തിനെ ആയിരിക്കില്ല പറയുന്നത്, സുകുമാരൻ എന്ന നടനെ തന്നെയായിരിക്കും പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത്രയൊക്കെ ചില കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഇവരെഴുതി കൊടുത്ത പ്രസംഗം വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസംഗത്തിലകത്തെ തെറ്റുകൾ വായിക്കാൻ സൗകര്യമില്ല എന്ന് ഗവർണർ പറഞ്ഞത് റെസിഡൻഷ്യൽ എഡിറ്റർ എന്ന് വായിക്കാൻ പറ്റില്ല എന്ന് സിനിമാ നടൻ സുകുമാരൻ പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ പോകണ്ട. ഇനി ഒഴിവാക്കിയത് എന്തൊക്കെയാണ്, കൂട്ടിച്ചേർത്തത് എന്താണ്, ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാര്യത്തിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതിനകത്ത് മലയാള മനോരമ ഇതിനകത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. ഗവർണർ ഒഴിവാക്കിയത്, ഞാൻ ഗവർണർ ഒഴിവാക്കിയതെന്ന് വായിക്കുകയാണ്. ഖണ്ഡിക 12 ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഭാഗമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം വായിച്ചത്. ഇത് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ കേരള സർക്കാരിന്, ഞാൻ ഈ മന്ത്രിമാരോട്, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരോട് ചോദിക്കുകയാണ്, നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്. ആലോചിച്ച് പറയണം. കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചത് കേരളത്തിലെ വികലമായ സാമ്പത്തിക നയം കൊണ്ടാണ്. ഈ സംസ്ഥാനത്തെ വിഭവം ധൂർത്തടിച്ചത് കൊണ്ടാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് തരാൻ തുടങ്ങിയ അല്ലെങ്കിൽ തരേണ്ട പണം കിട്ടാത്തതുകൊണ്ടല്ല. പണം കിട്ടിയാൽ കേരളം അതോടുകൂടി സ്വർഗമാകും? ആവത്തില്ലല്ലോ. ഈ പണം കിട്ടിയാലും ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ചില പലിശകൾ കൊടുത്തു തീർക്കാനോ അതല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനോ DA കൊടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. അതിനൊക്കെയുള്ള പണം നമ്മളിവിടെ ഉണ്ടാക്കണം. സ്വർണ്ണക്കടക്കാരിൽ നിന്ന് വാങ്ങിക്കാനുള്ള നികുതി കുടിശ്ശിക കോടിക്കണക്കിന് രൂപയാണ്. കൃത്യമായി നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കിയാൽ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും. ഈ ഗവൺമെൻറ് ധൂർത്തടിക്കുന്ന എത്ര ധൂർത്താണ് നടക്കുന്നത്? എത്ര ആളുകളെ അടുത്തും പറ്റിയ സകല IAS ഓഫീസർമാരെയും ഇഷ്ടക്കാരെയും എല്ലാം അവിടെ വെച്ചിരിക്കുകയല്ലേ. KM എബ്രഹാം എന്ന് പറയുന്ന ഒരാളിനെ അവിടെ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? VP ജോയി കൊണ്ട് മറ്റൊരാളെ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സംസ്ഥാനത്തിനുള്ളത്? ഈ ഗവൺമെൻറ് നടത്തിയ അനധികൃതമായ നിയമനങ്ങളിലൂടെ ഉണ്ടാക്കിയ ബാധ്യത, പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളവും പെൻഷനും കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുന്ന ന്യായമായ കാര്യമാണ്. അവർ കൊടുക്കുന്ന പെൻഷനും ഈ പാവപ്പെട്ടവൻ്റെ നികുതി പണത്തിൽ നിന്നല്ലേ ചിലവഴിക്കുന്നത്. അങ്ങനെ നിരന്തരം ധൂർത്തടിക്കുന്ന ഒരു ഗവൺമെൻറ് ഫെഡറലിസത്തിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വായ്പ കിട്ടാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, സഹാക്കളെ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അത് ഗവർണർ ഒഴിവാക്കിയതാണ് ശരി. കാരണം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഗവർണർ അത് ഒഴിവാക്കി. അതിനകത്തൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അതാണ് ഖണ്ഡിക 12 പറയുന്ന കാര്യം. ഇനി ഖണ്ഡിക 15 പറയുന്നത്, നിയമസഭ പാസാക്കിയ ബില്ലുകൾ കെട്ടിക്കിടക്കുകയാണ്. എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തിരിക്കുകയുമാണ്. അതൊക്കെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇതെല്ലാം കഴിഞ്ഞതൊന്നും ഈ പ്രസംഗം എഴുതി കൊടുത്തിരിക്കുന്ന മഹാമനുഷ്യൻ അറിഞ്ഞില്ലേ? ഇതേ മനുഷ്യനെ ഈ പ്രസംഗം എഴുതി കൊടുത്തത്. ആലോചിച്ച് നോക്കണം. തീർന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഇവിടെ റെഫർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ അവിടെ കേസൊന്നും കെട്ടിക്കിടപ്പില്ല. അപ്പം അതുകൊണ്ട് അത് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഗവർണർ എടുത്ത നിലപാടിനോടെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ 100% യോജിക്കുന്നു. ഗവൺമെൻറ് വിയോജിക്കുക ചെയ്യുന്ന സർക്കാരിൻ്റെ കാര്യമാണ്. പൗരന്മാർക്കും ഇതുപോലെ യോജിക്കാനും വിയോജിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഗവർണറുടെ പേരിലെടുത്ത ചാർത്തുന്ന കുറ്റങ്ങൾ അത് കുറ്റങ്ങളല്ല എന്നാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഗവർണറുടെ ന്യായം കാണും, ഞാൻ പൗരൻ്റെ ന്യായം മാത്രമാണ് പറയുന്നത്. ഇനി ഗവർണർ കൂട്ടിച്ചേർത്ത് എന്താണെന്ന് കൂടി നോക്കാം. അത് ഖണ്ഡിക 16 നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്നാണ് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അദ്ദേഹത്തിന് ഒറ്റ വാക്കാൽ അദ്ദേഹം തിരുത്തിയത്. ഈ വാചകത്തിൽ അവസാനം ഇങ്ങനെയാണ് എഴുതിയത്. എന്നാൽ ഈ വാചകത്തിൻ്റെ തുടർച്ചയായി, അതായത് ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്ന് എൻ്റെ സർക്കാർ കരുതുന്നു. ഗവർണർ കരുതുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ സർക്കാർ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ കുറിച്ചല്ലേ പറഞ്ഞത്. എൻ്റെ സർക്കാർ കരുതുന്നു എന്ന് പറയുന്നതിലുള്ള തെറ്റെന്താണ്? മലയാളം അറിയത്തില്ലേ? മലയാളം അറിയാമല്ലോ. എൻ്റെ സർക്കാർ അങ്ങനെയാണ് കരുതുന്നത് എന്ന് ഗവർണർ പറഞ്ഞു. എൻ്റെ സർക്കാർ അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. പിണറായി സർക്കാർ കരുതുന്നു എന്ന് പറഞ്ഞു. എൻ്റെ സർക്കാർ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കൂട്ടിച്ചേർത്തത് കൃത്യമാണ്.
അത് മാറ്റിച്ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാം. നിങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്ന കാര്യം, ഗവൺമെൻറ് എഴുതി ചേർക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ്റെയും ഗ്രാമവാസികളുടെയും ഒരു കഥയാണ്. അതായത് പിന്നെ ഭൂമി ഉരുണ്ടതാണ് എന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകളോടെ ഫ്രാൻസിലെ ഗ്രാമീണവാസികൾക്കോ ഗ്രാമത്തലവനോ യോജിക്കാൻ കഴിഞ്ഞില്ല. ഗ്രാമീണവാസികളെക്കാൾ കൂടുതൽ ഗ്രാമത്തലവനാണ്. അദ്ദേഹം പറഞ്ഞു, ഇവർ പറയുന്നു ഭൂമി ഉരുണ്ടതാണെന്ന്. ശരിയല്ല, നിങ്ങൾ നടന്നു നോക്കി എവിടെയാണ് ഉരുണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാമവാസികൾ കുറച്ച് ദൂരം നടന്നു വെച്ചാൽ എങ്ങും ഉരുണ്ടിരിപ്പില്ല. അതുകൊണ്ട് ഭൂമി പരന്നതാണ് എന്ന് നമ്മൾ പ്രമേയം പാസ്സാക്കണം. ഗ്രാമവാസികൾ കൂടി ഭൂമി പരന്നതാണ് എന്ന് പ്രമേയം പാസ്സാക്കിയ ഫ്രാൻസിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച് ഒരു കഥ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിലെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്താതെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഫ്രാൻസിലെ ഈ ഗ്രാമത്തലവൻ്റെ കഥയാണ്. അപ്പോൾ ഇത് സ്പീക്കർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സഹാക്കളെ ഇത് ജനങ്ങളോട് അംഗീകരിക്കണ്ടേ? നിങ്ങൾ അംഗീകരിച്ചു, നിയമസഭയിലെ 140 പേര് അംഗീകരിച്ചാൽ മതിയാവൂ, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കണ്ടേ? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവർണർ എടുത്ത തീരുമാനത്തോടെ 100% ഞാൻ യോജിക്കുന്നതിൻ്റെ കാരണം അതിനൊരു സ്റ്റാൻഡുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, മാതൃഭൂമി മനോരമ എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല, മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതി. മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൻ്റെ സ്ഥിതി നമുക്കറിയാം. മാതൃഭൂമി എഡിറ്റോറിയലൊന്നും കേരളത്തിലെ സാധാരണ ആളുകൾ ആരും വായിക്കാറുള്ള ഒരു കാര്യമല്ല. അതൊന്നും വായിക്കത്തക്ക വിധത്തിൽ പ്രാധാന്യം മാതൃഭൂമിയുടെ എഡിറ്റോറിയലിനില്ല. ആധാരം എഴുത്തുകാരൻ എഡിറ്റോറിയൽ എഴുതിയാൽ ഇതിനെ നമ്മളിത് വായിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ, വിവരമുള്ള ആളുകൾ പത്രം വായിക്കാനല്ലല്ലോ. മാതൃഭൂമി പത്രം മനോരമയും വരുന്നത് വായിക്കാനല്ല. പക്ഷേ ഇത് ഞാൻ വായിച്ചത് ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വായിക്കുകയില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത് തന്നെ അനാവശ്യമായ ഔപചാരികത. തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഫെഡറലിസം എന്ന രാഷ്ട്രീയ ആശയത്തെ വെല്ലുവിളിക്കുന്ന മട്ടിൽ കേരള നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സാഭിഷ്ടാരപ്രകാരമുള്ള ഭേദഗതിയിൽ വരുത്തി. ഫെഡറലിസം എന്ന ആശയത്തെ ഗവർണർ എവിടെയാണ് പത്രാധിപരെ വെല്ലുവിളിച്ചത്? അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ ഒഴിവാക്കി അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒരു വാചകം അവസാനിക്കുന്നതിനകത്ത് ചില തെറ്റുകൾ തോന്നി അതിനോട് കൂട്ടിച്ചേർത്ത് ആ ഖണ്ഡിക പൂർത്തിയാക്കി. അത് വായിക്കാൻ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ പ്രസംഗം റെക്കോർഡ് ചെയ്തും കൊടുത്തയച്ചാൽ പോരെ. ഗവർണർ അവിടോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഗവർണർക്ക് എന്തിനാണ് പത്രാധിപരെ പ്രസംഗം വായിക്കാൻ കൊടുക്കുന്നത്? ഗവർണർക്ക് അക്ഷരം അറിയാത്ത ആളാണ്? അത് ചുമ്മാ കുഞ്ഞു കളിക്കാനാണോ? ആർക്കാൻ ഒരു പ്രഖ്യാപനം വായിക്കാൻ കൊടുത്താൽ അതിനകത്ത് തിരുത്തലുകൾ വരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് ഭരണഘടനയിൽ പറയണോ ഇതൊക്കെ? അതുകൊണ്ട് പിന്നെ മാതൃഭൂമിയിൽ ഇതും പറയും, ഇതിനപ്പുറവും പറയും. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത്, മാതൃഭൂമി പത്രാധിപർ പറയുന്നത്, സർക്കാർ തയ്യാറാക്കുന്ന പ്രസംഗം വായിക്കാതിരിക്കുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുന്നത് ഭരണഘടനാനുസാരിയായ രീതിയല്ല. എവിടെ പറഞ്ഞു ഭരണഘടനാനുസാരിയായ രീതിയല്ലെന്ന്? മന്ത്രിസഭ എഴുതി കൊടുക്കുന്ന പ്രസംഗം അതുപോലെ വായിക്കേണ്ട ഒരു റോബോട്ടാണ് ഗവർണർ എന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എഴുതി വെച്ച പത്രാധിപർക്ക് വല്ല വിവരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ചില ആചാരങ്ങൾ, നിലനിന്നിരുന്ന ആചാരങ്ങളും സങ്കല്പങ്ങളും മാത്രമേ ഉള്ളൂ അതിനകത്ത്. മാതൃഭൂമിയുടെ കള്ളി പുറത്താകുന്നുണ്ട്. തങ്ങളുടെ ആലങ്കാരിക പദവി മാത്രമാണെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് നയപ്രഖ്യാപനം ചിട്ടപ്രകാരം നടത്താൻ ബാധ്യസ്ഥരാണെന്നുമുള്ള രാഷ്ട്രതന്ത്രപരമായ തിരിച്ചറിവ് ഗവർണർമാർക്കുണ്ടായാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗവർണർ പദവിയുടെ തന്നെ ആവശ്യമില്ലല്ലോ. ഗവർണർ പദവി എന്തിനാണ് ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത്? ഒരാൾക്ക് നല്ല ചാപ്പാട് കൊടുത്ത് ഒരു നല്ല കെട്ടിടത്തിൽ ഉറങ്ങി താമസിക്കാനാണോ? ആ രാജ്യത്ത് നടക്കുന്ന, ആ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കണ്ടേ? ക്രമസമാധാനത്തെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യണ്ടേ? മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും മുഖ്യമന്ത്രിയെ പിരിച്ചുവിടുന്നതും ഒക്കെ ഗവർണറുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളല്ലേ? ഇവിടെ മാതൃഭൂമി എഴുതിയാൽ എനിക്ക് അത്ഭുതമില്ല. അതാ ഞാൻ പറഞ്ഞ, പത്രാധിപരല്ല എഴുതുന്നത്, ആധാരം എഴുത്തുകാരൻ്റെ നിലവാരത്തിലുള്ള ഒരാൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവർണർ എന്ന് പറഞ്ഞ ഒരാളെ ഒരു സംസ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ചെലവുകൾ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിൽ ചില കാര്യങ്ങൾ പിന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഭരണഘടനയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഒന്നും കൊണ്ട് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം സംബന്ധിച്ച് രണ്ട് മഹാന്മാർ സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, 3 മാസത്തിനകം നിങ്ങളങ്ങ് തീരുമാനം എടുക്കണമെന്ന്. ആ ഉത്തരവെന്തിയ കടലാസിൻ്റെ വിലയുണ്ടോ? എഴുതിയ കടലാസിൻ്റെ വിലയുണ്ടോ ആ കോടതി വിധിക്ക്? അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലർക്കുള്ള അധികാരമാണത്. തനിക്ക് കിട്ടിയ അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആ കസേരയിലിരിക്കുന്ന ഗവർണറാണ് തീരുമാനിക്കുന്നത്. ഇച്ഛാശക്തിയുള്ളൊരു ഗവർണർക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റും. അതാണ് മാതൃഭൂമി പത്രാധിപർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മാതൃഭൂമി പത്രാധിപര് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള
അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. അത് ശരിയായ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, മറ്റ് പല ഗവർണറിൽ നിന്നും ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എത്രമാത്രം വ്യത്യസ്തനാകുന്നു എന്നുള്ളതാണ്. രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്ന ഗവർണർ, അദ്ദേഹം അധികാര പദവിയിൽ എത്തിയതിന് ശേഷം നടത്തിയൊരു വലിയ മാറ്റമാണ് രാജ്ഭവൻ എന്ന പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കിയത്. ജനങ്ങളുടെ ഭവൻ ആക്കി രാജ്ഭവനെ മാറ്റി. അപ്പോൾ രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ദന്തഗോപുരമാണെന്നും ആ ദന്തഗോപുരത്തിലേക്ക് സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റില്ലെന്നും ദന്തഗോപുരവാസിയായ ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പുരാണങ്ങളിൽ പറയുന്നത് ദൈവത്തെ പോലെ നിർഗുണനും നിരാമയനുമായ ഒരാൾ അവിടെ വസിക്കുന്നുണ്ട് എന്ന് റോഡേ പോകുന്ന ആളുകൾ ധരിക്കണമെന്നും ഒന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. അത് അങ്ങനല്ല. ഗവർണർ ഇവിടെ ജീവിക്കുന്ന ആളാണ്, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണത്തിൽ അത്യാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് തോന്നിയാൽ അത് മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തനിക്ക് അധികാരമുണ്ട് എന്നെങ്കിലും ഗവർണർ മനസ്സിലാക്കണ്ടേ? അത് ഗവർണറുടെ ചുമതലയല്ലേ? അപ്പോൾ അദ്ദേഹം രാജ്ഭവൻ എന്നുള്ള മാറ്റി ലോക് ഭവനാക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തന രീതികൾ മാറി. അദ്ദേഹം ഇവിടെ ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അദ്ദേഹം ഈ സംസ്ഥാനത്തെ നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നുള്ള എൻ്റെ ടേം അല്ല, അത് പ്രശസ്ത ചരിത്രകാരനായ ദാർശനികനായ അർണോൾഡ് ടോയൻബി പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ചൊരു ടേമാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നുള്ളതിൻ്റെ രചനാത്മകമായ ന്യൂനപക്ഷം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന, അദ്ദേഹം പറയുന്നത്, അർണോൾഡ് ടോയൻബി പറയുന്നത്, ഏത് സമൂഹത്തെയും ദിശയിൽ നയിക്കുന്നത് ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്, അല്ലെങ്കിൽ രചനാത്മകമായ ന്യൂനപക്ഷമാണ്. എപ്പോൾ രചനാത്മകമായ ന്യൂനപക്ഷം ദുർബലമാകുന്നു അപ്പോൾ സമൂഹത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും നഷ്ടപ്പെടാൻ തുടങ്ങും. ഇതാണ് അർണോൾഡ് ടോയൻബിയുടെ ഒരു അഭിപ്രായം. ഞാൻ അതുപോലെ പറഞ്ഞതല്ല, എൻ്റെ പഴയ ഓർമ്മയിൽ, ഞാൻ MA പഠിച്ചിരുന്ന ഓർമ്മയിൽ മാത്രം പറയുന്നൊരു കാര്യമാണത്. അപ്പോൾ എന്തായാലും ശരി, രചനാത്മകമായ ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് ഒരു ഗവൺമെൻറ്റിനെ നേർവഴിക്ക് നയിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഈ രചനാത്മകമായ ന്യൂനപക്ഷം. അദ്ദേഹം വന്നതിന് ശേഷം 2 സെമിനാറുകൾ രാജ്ഭവനിൽ നടന്നു. അതിലെ 2 സെമിനാറുകളിൽ ഞാൻ പങ്കെടുത്തു. അതിൽ കൂടുതൽ സെമിനാറുകൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞില്ല. 2 സെമിനാറിലാണ് ഞാൻ പോയിരുന്നത്. ആ സെമിനാറിലൊക്കെ തിരുവനന്തപുരത്തും ചുറ്റുമുള്ള ആളുകളെ വിളിക്കാൻ പറ്റുള്ളല്ലോ. അവിടെ തിരുവനന്തപുരത്തുള്ള എല്ലാ ആളുകളും, അതിനകത്ത് മാർക്സിസ്റ്റുകാരുണ്ട്, പിന്നെ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, അതിനകത്ത് ഒരു വ്യത്യാസവുമില്ലാതെ ആ തിരുവനന്തപുരം പട്ടണത്തിലെ പല മേഖലയിലുള്ള ആളുകളെയാണ് അവിടെ ഒരു വ്യത്യാസം എന്നാൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെ ഈ സെമിനാറുകൾക്കായിട്ട് അവിടെ വിളിക്കാറുണ്ടായിരുന്നു. അവസാനം നടന്ന സെമിനാർ ഇന്ത്യൻ നോളജ് സിസ്റ്റം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് അന്ന് ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചത്. വളരെ മനോഹരമായി ഇന്ത്യയുടെ ആ നോളജ് സിസ്റ്റത്തെക്കുറിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് വളരെ മനോഹരമായാണ് അദ്ദേഹം ഒരു പേപ്പർ അവതരിപ്പിച്ചത്. അതിൽ സെമിനാറിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനുമുള്ള ഒരു അവസരം എനിക്കുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ച ആളാണ്, പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. രാജ്ഭവൻ ഇങ്ങനെ സാധാരണക്കാരായിട്ട് തുറന്നു കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. രാജ്ഭവൻ കോമ്പൗണ്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഗവർണർ സെമിനാറുകൾ നടത്തുക, അത്തരം സെമിനാറുകളിൽ പങ്കെടുക്കുക, പൊതു താല്പര്യ വിഷയത്തിൽ അധികരിച്ച് നല്ല സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഉദാത്തമാക്കുന്ന അല്ലെങ്കിൽ സർഗാത്മകമാക്കുന്ന വലിയൊരു നടപടിയാണ് ഗവർണർ അവിടെ സ്വീകരിച്ചത്. അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല, ആളുകളെ വിളിച്ചു വരുത്തി നല്ല സെമിനാറുകൾ നടത്തുന്നു, അല്ല ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ ഈ ഗവർണറിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. ഞാനൊരു മന്ത്രിയോട് പ്രവർത്തിച്ച ഒരാളാണ്. ഒരു മന്ത്രിയുടെ സൽപ്പേര് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട 1-2 പേരാണ് അദ്ദേഹത്തിൻ്റെ ദുഷ്പേരുണ്ടാക്കി കൊടുക്കാൻ വഴിതെളിച്ചത്. അവരുടെ മോശമായ പെരുമാറ്റമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആളുകളുടെ പെരുമാറ്റം മന്ത്രിക്ക് വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും മന്ത്രിമാരെ അത് അറിയാറില്ല, അല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മന്ത്രിമാരെ നിരീക്ഷിക്കാറില്ല, മോണിറ്റർ ചെയ്യാറില്ല. പക്ഷേ മണി സാർ അങ്ങനെയല്ല. മണി സാറിൻ്റെ ഞാൻ വർക്ക് ചെയ്ത് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ്. ജനങ്ങൾക്കൊരു അസൗകര്യം ഉണ്ടാകരുത്, പേഴ്സണൽ സ്റ്റാഫ് ജനങ്ങളോട് വളരെ സൗഹാർദ്ദത്തോടെ പെരുമാറണം
എന്നുള്ളതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയുള്ള ഒരാളായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പേഴ്സണൽ സ്റ്റാഫിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഇക്കാര്യത്തിൽ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നമുക്കറിയാം, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിനെ അറിയാറില്ല. ഇവിടെ എനിക്കറിയാവുന്ന 2 പേരുടെ പേര് ഞാൻ പറഞ്ഞതാണ്. ഒന്ന് ശ്രീ ഹരി എസ് കർത്ത, അദ്ദേഹം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. അദ്ദേഹം രാജ്ഭവനിലെത്തുന്ന അതിഥികളോട് ഇത്തരം സെമിനാറുകൾക്ക് എത്തുന്ന ആളുകളെയൊക്കെ ചേർത്ത് നിർത്തി അവരെ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ശ്രീ എസ് സുബ്രഹ്മണ്യൻ, അദ്ദേഹം ഗവർണറുടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹം ഈ സെമിനാറുകൾക്ക് ഓരോരുത്തരെയും നേരിട്ട് അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എത്ര സൗമ്യനായിട്ട് എത്ര കാര്യമായിട്ടാണ് ആളുകളെ ക്ഷണിക്കുന്നത്. അല്ല, ഗവർണറുടെ PR ആണെന്നൊരു യാതൊരു ധാർഷ്ട്യമോ ധിക്കാരമോ ഒന്നുമില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്ന സങ്കല്പം എങ്ങനെ രാജ്ഭവനിൽ നടപ്പിലാക്കുന്നു എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ വന്ന് ഞങ്ങളുടെ അതിഥികളെയൊക്കെ വളരെ സൗഹാർദ്ദത്തോടെ സ്വീകരിച്ചു. സെമിനാർ ഹാളിൽ കൊണ്ടുപോയി ആളുകൾക്കൊക്കെ ചായ കാപ്പിയൊക്കെ തരുന്നുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു. നല്ല സെമിനാറുകളാണ് ഞാൻ പങ്കെടുത്ത ഈ 2 സെമിനാർ. ഇത് രാജ്ഭവൻ ലോക് ഭവൻ ആയപ്പോൾ ഉണ്ടായ അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൊന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഈ വിവാദങ്ങളിൽ ഗവൺമെൻറ്റിനെ പറ്റിയ ഒരു കാര്യം, സുകുമാരനെ കൊണ്ട് റെസിഡൻഷ്യൽ എഡിറ്റർ എന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ച സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഉണ്ടായ പരാജയമാണ്. അവർ ചെറുതായി. നടൻ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് മാത്രമേ നയപ്രഖ്യാപന പ്രസംഗവുമായി നടന്ന ഈ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.